SPD എർത്ത് കണക്ഷൻ എങ്ങനെ കൊടുക്കാം? സെപ്പറേറ്റ് എർത്ത് ചെയ്യണോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള മെയിൻ എർത്ത് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്താൽ മതിയോ? ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്ന ചോദ്യമാണ്. ഇതിൽ പ്രധാനമായും സബ്സ്ക്രൈബർ ചോദിച്ചത് ഒരുപാട് സ്ഥലത്ത് നിന്ന് പല ഉത്തരങ്ങളാണ് കിട്ടുന്നത്. മൊത്തം കൺഫ്യൂഷനാണ്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയുന്നില്ല. പല വീഡിയോകൾ അയാൾ കണ്ടു നോക്കി അയാൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സോഴ്സ്, അതായത് ഞാൻ ഈ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് റെഫർ ചെയ്യുന്നത്, അതിപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണോ, ഇതിൻ്റെ സോഴ്സ് എവിടെ റെഫർ ചെയ്തിട്ടാണ് ഇത് പറയുന്നതെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണം. എന്നാലേ ഇതിനൊരു വിശ്വാസ്യത ഉണ്ടാവും. അല്ലെങ്കിൽ ഈ വീഡിയോ മറ്റു വീഡിയോയും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഓരോ പോയിന്റ്സ് റെഫർ ചെയ്ത ബുക്ക് എർത്തിങ് ഗൈഡ് ഫോർ സെർച്ച് പ്രൊട്ടക്ഷൻ ഈട്ടൺ പ്രസിദ്ധീകരിച്ചതാണ്. ഈ ബുക്കിന്റെ ലിങ്ക് നമ്മുടെ ബ്ലോഗിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ ബുക്കിൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു മാനുവലാണ്. എർത്ത് എങ്ങനെ കൊടുക്കണം എന്നുള്ളതിൻ്റെ അതിൻ്റെ കാരണങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് വളരെ സിമ്പിൾ ഇംഗ്ലീഷിൽ കൊടുത്തതാണ്. അപ്പോൾ ഇത്തരം മാനുവൽ വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈട്ടൺ എന്നുള്ള കമ്പനി നിങ്ങൾക്ക് മിക്കവർക്കും കേട്ടിട്ടുണ്ടാവും. ഈട്ടൺ എന്നുള്ള കമ്പനി അമേരിക്കൻ ഐറിഷ് കമ്പനിയാണ്. 175 രാജ്യങ്ങളിൽ അവരുടെ പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. 86,000 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന വളരെ വലിയൊരു കമ്പനിയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു മാനുവലിൽ നിന്ന് റെഫർ ചെയ്ത ഡീറ്റെയിൽസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കിടക്കുന്നതിനെക്കാട്ടും മുന്നേ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇത്തരം ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് ഒരു വീഡിയോ രൂപത്തിൽ ചെയ്യാനുള്ള ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അത്തരം വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളൊരു വീടോ ബിൽഡിങ്ങോ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസിയോ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഡിസൈൻസ് ആൻഡ് ഡ്രോയിങ്സോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാൻ മടിക്കേണ്ട. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ്. വെൽക്കം ടു അവർ ചാനൽ ഷിഷിരം എഞ്ചിനീയറിംഗ് സർവീസ്. ആദ്യം തന്നെ സർജ് പ്രൊട്ടക്ഷൻ്റെ എർത്തിങ്ങിനെ പറ്റി പറയുന്നതിനെക്കാട്ടും മുന്നേ വളരെ ബേസിക് ആയിട്ട് ലൈറ്റ്നിങ്ങും സർജസും എന്താണെന്ന് ഒരു റഫ് ഐഡിയ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തിനാണ് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് യൂസ് ചെയ്യുന്നത് മനസ്സിലായാൽ അത് എങ്ങനെ എർത്ത് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ കൂടുതൽ നന്നായി പറ്റും. ആദ്യം തന്നെ ലൈറ്റ്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ കറണ്ട് വായുവിലൂടെ സഞ്ചരിക്കുന്നതിനാണ് ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. ഇത് മേഘത്തിൽ നിന്ന് മേഘത്തിലേക്കാവാം ഇലക്ട്രിക്കൽ കറണ്ട് പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മേഘത്തിൽ നിന്ന് ഗ്രൗണ്ടിലേക്കും ആകാം. മോയിസ്റ്റ് ആയിട്ടുള്ള എയർ കറണ്ട് ഐസ് പാർട്ടിക്കിളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു ചാർജ് ഡെവലപ്പ് ആകും. ഇത്തരം ചാർജ് ക്ലൗഡിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരിക്കും. ഇതൊരു വളരെ വലിയൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആകുമ്പോൾ അത് ഡിസ്ചാർജ് ചെയ്യുകയാണ് പതിവ്. ഈ ചാർജ് വളരെ വലിയൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ എയറിൻ്റെ റെസിസ്റ്റൻസ് ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് വരുമ്പോൾ അത് എയറിലൂടെ ഈ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്ത് മറ്റൊരു മേഘത്തിലേക്കോ അല്ലെങ്കിൽ ഭൂമിയിലേക്കോ പതിക്കുന്നതാണ് ലൈറ്റ്നിങ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് കറണ്ട് തന്നെയാണ്. ഓക്കെ, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കറണ്ടായിട്ട് സാമ്യമുള്ള, അതിൻ്റെ ഫ്രീക്വൻസി വ്യത്യാസമായിരിക്കാം, വോൾട്ടേജ് വളരെ ഹൈ ആയിരിക്കാം, പക്ഷേ ലൈറ്റ്നിങ്ങും ഒരു ഇലക്ട്രിക്കൽ കറണ്ട് തന്നെയാണ്. ആ കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ്നിങ് സ്ട്രൈക്സ് നമ്മുടെ വീട്ടിലേക്ക് പതിക്കുന്നത് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഡയറക്റ്റ് സ്ട്രൈക്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ലൈറ്റ്നിങ് അറസ്റ്റർ എന്ന ഉപകരണം തന്നെ വേണം. അത് നമ്മുടെ വീടിൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഡയറക്റ്റ് ആയിട്ടുള്ള ഇത്തരം ലൈറ്റ്നിങ് സ്ട്രൈക്സ്, അതായത് മേഘത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കുന്ന ഡയറക്റ്റ് നമ്മുടെ വീട്ടിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രൊട്ടക്ഷൻ ഇലക്ട്രിക് ലൈറ്റ്നിങ് അറസ്റ്റർ തന്നെ വേണം. അതിൻ്റെ പറ്റിയുള്ള വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറൊരെണ്ണം ചെയ്യാം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർജ് പ്രൊട്ടക്ഷൻ ആണ്. സർജ് പ്രൊട്ടക്ഷൻ നമുക്ക് എപ്പോഴാണ് യൂസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ്നിങ് സ്ട്രൈക്സ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മെയിൻ പവർ ലൈൻ, അല്ലെങ്കിൽ കേബിളിൻ്റെ ലൈൻ, അല്ലെങ്കിൽ പുറത്തെ എവിടെയെങ്കിലും നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് വെച്ച ഒരു ഗാർഡൻ ലൈറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സ്റ്റേണൽ ലൈറ്റിൻ്റെ ഒരു ലൈൻ, അല്ലെങ്കിൽ ഡിഷ് ആൻറ്റിനയുടെ കേബിൾ വഴി, ഇതൊക്കെ വഴി നമുക്ക് പുറത്ത് എവിടെയെങ്കിലും നടത്തുന്ന ഒരു ലൈറ്റിനിങ് നമ്മുടെ വീട്ടിൻ്റെ അകത്തേക്ക് വരാൻ പറ്റും. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് മെയിൻ പവർ ലൈൻ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ടെലിഫോൺ ലൈന് പോയിട്ടുണ്ട്, TV കേബിളും മറ്റേതൊക്കെ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ വരുന്നതുകൊണ്ട് അത്തരം റിസ്കുകളും കുറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചാൻസ് സർജസ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പ്രധാനമായും മെയിൻ പവർ ലൈനിലൂടെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് അല്ലെങ്കിൽ SPD എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നാലും ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പവറിൻ്റെ പാരലലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വോൾട്ടേജ് ഇപ്പോൾ സർജോ ഹൈ വോൾട്ടേജോ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൻ്റെ അകത്തേക്ക് സേഫ് ആയിട്ടുള്ള
വോൾട്ടേജ് ലെവൽ മാത്രം കടത്തി വിട്ടുകൊണ്ട് ബാക്കിയുള്ള എക്സസ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ സർജസ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന എർത്ത് കണ്ടക്ടിങ് കേബിൾ വഴി എർത്ത് പിറ്റിലേക്ക് കൂടി ഭൂമിയിലേക്ക് സപ്ലൈ ചെയ്യാനാണ്. അങ്ങനെയാണ് SPD വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് എർത്ത് കണക്ഷൻ കൊടുക്കേണ്ടതെന്ന്. നോർമലി ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് എർത്ത് ആണ് കൊടുക്കേണ്ടത്. SPDക്കും ബിൽഡിങ്ങിൻ്റെ എർത്തും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം എന്നാണ് കുറേ ആൾക്കാർ പറയുന്നത്. പക്ഷേ ഈ ഒരു ഡോക്യുമെന്റ് പ്രകാരം സെപ്പറേറ്റ് ആയിട്ട് എർത്ത് കൊടുക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആ പോയിന്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം. ഈട്ടൺ പ്രസിദ്ധീകരിച്ച എർത്തിങ് ഗൈഡ് ഫോർ SPD എന്ന് പറഞ്ഞ മാനുവലിൽ റെപ്രസെന്റ് ചെയ്ത ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിപ്പോൾ 2 എർത്തിങ് റോഡ് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. SPD ഗ്രൗണ്ട് ചെയ്യാനും അതേപോലെ തന്നെ വീട്ടിലെ ഒരു എക്യുപ്മെന്റ് ഗ്രൗണ്ട് ചെയ്യാനും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു സർജ് വരുമ്പോൾ ഇതിൽ തമ്മിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതായത് വളരെ വലുതായിരിക്കും. അത് എക്യുപ്മെന്റിനെ കേടാക്കാൻ മാത്രം പ്രാപ്തിയുള്ളതായിരിക്കും എന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന ഒരു സിഗ്നൽ SPD ആണ്. അതായത് 16 വോൾട്ടിനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു SPD. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ കേസ് വരുമ്പോൾ 3 ഫേസ് ആണെങ്കിൽ 415 വോൾട്ട് ലിമിറ്റ് ചെയ്യുന്ന SPD ആയിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് സർജ് പ്രൊട്ടക്ഷൻ്റെ എർത്ത് വയറും നമ്മുടെ എക്യുപ്മെന്റ് എർത്ത് വയറും നമ്മളെ ഈ ഗ്രൗണ്ടിലൂടെ പോകുന്ന ഇംപീഡൻസ് ഒരു 10 ഓംസ് ആണെങ്കിൽ ഇതിലൂടെ ഒരു 100 ആംപിയർ കറണ്ടിന്റെ സർജ് പാസ് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 1000 വോൾട്ട് വരെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് സോയിലിന്റെ റെസിസ്റ്റിവിറ്റി അനുസരിച്ച് ഈ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ എങ്കിൽ ഒരു ശരാശരി ഇതിനൊരു എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ 100 ആംപിയർ സർജ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ 1000 വോൾട്ട് വരെ ഇവിടെ ഡെവലപ്പ് ചെയ്യാനും ഈ വോൾട്ട് നമ്മുടെ SPDയുടെ ലിമിറ്റിംഗ് വോൾട്ടും കൂടി ആഡ് ചെയ്ത് ഇപ്പോൾ 16 വോൾട്ടാണ് SPD ലിമിറ്റിംഗ് വോൾട്ട്, ഇപ്പുറത്തോട്ട് 1000 വോൾട്ടും കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ ഈ എക്യുപ്മെന്റ് വിൽ ബി സബ്ജക്റ്റഡ് ടു 1016 വോൾട്ട്. അത് ആ എക്യുപ്മെന്റിനെ ഡാമേജ് ചെയ്യാൻ വളരെ വലുതായിരിക്കും. അപ്പോൾ ഈ മാനുവൽ പ്രകാരം സെപ്പറേറ്റ് ആയിട്ടുള്ള എർത്ത് കൊടുക്കാൻ പാടില്ല എന്നാണ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ഇഷ്യൂ വരുന്നത് SPയുടെ പൊസിഷൻ വെച്ചിട്ടാണ്. ഇൻ കേസ് നമ്മളിപ്പോൾ എനർജി മീറ്റർ ബോക്സിൽ വെക്കാണ്ട് SPD DBയിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് എർത്ത് പിറ്റ് നേരെ പോയിട്ട് SPDയിലേക്കും അതേപോലെ തന്നെ DBയിലേക്കും സെപ്പറേറ്റ് കേബിൾ പോയി DB എർത്തും ഇതും സെപ്പറേറ്റ് ആയിട്ട് എർത്ത് കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഇതിന്റെ ഡിസ്റ്റൻസ് കൂടിയത് കൊണ്ട് തന്നെ എർത്ത് വയറിന്റെ ഇംപിഡൻസും കൂടും. ഫോർ എക്സാമ്പിൾ ഇത്തരം ലോങ് ഡിസ്റ്റൻസിൽ കണക്ട് ചെയ്ത ഒരു എക്യുപ്മെന്റിൽ ഒരു സർജ് ഡെവലപ്പ് ആവുകയാണെങ്കിൽ SPDയുടെ അക്രോസ് ആയിട്ട് പാസ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റിംഗ് വോൾട്ടേജ് ആയിരിക്കും. ആ ലിമിറ്റിംഗ് വോൾട്ടേജ് ഫോർ എക്സാമ്പിൾ സിംഗിൾ ഫേസ് ആണ് 240, 3 ഫേസ് ആണ് 415 വോൾട്ട് ആയിരിക്കും ലിമിറ്റിംഗ് വോൾട്ടേജ് ആയിട്ട് എക്യുപ്മെന്റിലേക്ക് പോകുന്നത്. ബാക്കിയുള്ള സർജ് മുഴുവൻ നമ്മൾ എർത്ത് വയർ വഴി എർത്ത് പിറ്റിലേക്ക് ട്രാവൽ ചെയ്യാണ്. ഇവിടെ ഡിസ്റ്റൻസ് കൂടിയാൽ ഇതിന്റെ ഇംപിഡൻസ് കൂടുമ്പോൾ ഈ ഇംപിഡൻസ് വഴി ഒരു ഹെവി വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യാനും ഈ ഹെവി വോൾട്ടേജ് ഈ എക്യുപ്മെന്റ് അക്രോസ് ആയി ഡെവലപ്പ് ചെയ്യാനും അതുവഴി എക്യുപ്മെന്റ് ഡാമേജ് ചെയ്യാനും ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളെ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എർത്ത് പിറ്റിന്റെ ഏറ്റവും അടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു നോർമൽ കേസിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റർ ബോക്സിന്റെ അടുത്ത്. അപ്പോൾ ബെസ്റ്റ് പൊസിഷൻ ഫോർ ഇൻസ്റ്റാളിംഗ് SPD അതേപോലെ എർത്ത് കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് വരുന്ന മെയിൻ പവർ നമുക്ക് എൻ്റർ ചെയ്യുന്നത് എനർജി മീറ്റർ ബോക്സിലാണ്. അവിടെ മീറ്ററിലേക്ക് കയറി അവിടെ നിന്ന് മീറ്ററിൽ നിന്ന് കട്ട് ഔട്ട് ഫ്യൂസ് വഴി നമ്മുടെ DBയിലേക്ക് പോകുന്ന മെയിൻ സ്വിച്ചിലേക്ക് കയറുന്നു. മെയിൻ സ്വിച്ചിന്റെ ഔട്ടിൽ നിന്ന് ഒരു വയർ DBയിലേക്കും മറ്റൊരു വയർ SPDയിലേക്കും കണക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇവിടെ എർത്ത് കണക്ട് ചെയ്യുന്നത് എർത്ത് പിറ്റുന്ന നേരെ വരും 2 എർത്ത് വയർ ആയിരിക്കും വരുന്നുണ്ടാവും. അതിൻ്റെ അകത്ത് ഒന്ന് ഡയറക്റ്റ് ആയിട്ട് SPDയിലേക്കും മറ്റേത് ബോഡി എർത്തും കൊടുക്കുക. ഇവിടെ തന്നെ 2 വയർ എടുത്ത് DBയിലേക്കും കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 2 സിനാരിയോയിൽ നിന്നുള്ള ഇഷ്യൂസ് ഉണ്ടാവില്ല. SPDയിൽ നിന്നുള്ള പൂർണ്ണമായ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത് SPD എനർജി മീറ്റർ ബോക്സിൽ വെക്കുമ്പോൾ പിക്ചറിൽ കാണിച്ച പോലെ SPDയും കൂടി വെക്കാൻ പറ്റുന്ന സൗകര്യമുള്ള എനർജി മീറ്റർ ബോക്സ് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ടൈറ്റ് ആയിട്ടുള്ള എനർജി ബോക്സ് വാങ്ങിയാൽ ഒന്നിക്കൽ ഇവിടെ SPD കുത്തിക്കയറ്റി വെക്കേണ്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ബോക്സ് വാങ്ങി വെക്കേണ്ടതൊക്കെ വരും. അതിനെക്കാട്ടും ഏറ്റവും നല്ലത് ഈ ഒരു സ്പേസ് ഉള്ള ടൈപ്പ് എനർജി മീറ്റർ ബോക്സ് നമുക്ക് RCCB ഐസൊലേറ്റർ ഒക്കെ വെക്കേണ്ട ഇങ്ങനെ ഒരു ഡിൻട്രയിലുള്ള മോഡൽ വരുന്നുണ്ട്. ഇത്തരം മോഡലുകൾ നോക്കി വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ SPDയും കൂടി എനർജി മീറ്റർ ബോക്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.
ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ കാര്യം വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. എനിക്ക് വീഡിയോ കാണുന്ന നിങ്ങളോട് പറയാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പല മൾട്ടിപ്പിൾ വീഡിയോ കാണുന്നത് നല്ലത് തന്നെ, പക്ഷേ നിങ്ങൾ അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ഉത്തരം തേടാൻ വേണ്ടി ഏതെങ്കിലും ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും മാനുവൽസോ അല്ലെങ്കിൽ ഇത്തരം കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും റിസർച്ച് പേപ്പേഴ്സിലേക്ക് റെഫർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പല വീഡിയോകൾ, ഈവൻ എൻ്റെ വീഡിയോ തന്നെ ചിലപ്പോൾ ചില മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടാവും. അത് ക്ഷമിക്കുക. കാരണം ഇത് നമ്മൾ ആ സമയത്ത് നമുക്ക് അറിയുന്ന പോയിന്റ് ആയിരിക്കും പറയാം. ചിലപ്പോൾ നാവിൽ നിന്ന് ചിലപ്പോൾ തെറ്റുകൾ വന്നേക്കാം. അപ്പോൾ ഒരുപാട് വീഡിയോകൾ കണ്ട് ഇപ്പോൾ ചില ഗ്രൂപ്പുകളിലൊക്കെ കാണാം, വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇത് ഇങ്ങനെയാണെന്ന് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റെഫറൻസ് മാനുവൽ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, IEC സ്റ്റാൻഡേർഡ് പ്രകാരം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത്തരം കമ്പനികളുടെ ഇലക്ട്രിക്കൽ ഗൈഡ് ലൈൻ പ്രകാരം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ കാര്യം വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളൊരു പുതിയ ബിൽഡിങ്ങോ വീടോ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഡിസൈൻസോ ഡ്രോയിങ്സോ കൺസൾട്ടൻസിയോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, അതിന് പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയർസിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസ് ആകും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും, അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്തെങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും, ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെയും ഇതിൽ മാറി വരുന്ന ടെക്നോളജിയെയും പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ ഓൾ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.